ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നെക്സ്റ്റ് ജെൻ വിസ്റ്റം. ഇന്ന് നമ്മൾ നോക്കുന്നത് റുബിക്സ് ക്യൂബിൻ്റെ സോൾവിങ്ങിലെ സെക്കൻഡ് പാർട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ വൈറ്റ് കൊണ്ട് ഒരു പ്ലസ് ഉണ്ടാക്കാമെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഫസ്റ്റ് ലെയർ എങ്ങനെ സോൾവ് ചെയ്യാം, അതായത് ഈ വൈറ്റ് പ്ലസ്സിന് ചുറ്റുമുള്ള കോർണറുകളിൽ എങ്ങനെ നമുക്ക് വൈറ്റ് ഫില്ല് ചെയ്യാം. അപ്പോൾ അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ട് കാണാത്തവർക്കായി ലിങ്ക് മുകളിൽ കൊടുക്കുന്നതായിരിക്കും. ഇനി ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെ, ഇപ്പോൾ ഓൾറെഡി നമുക്കൊരു പ്ലസ് കിട്ടി, കണ്ടോ, ഈ ഒരു പ്ലസ് കിട്ടിയിട്ടുണ്ട് വൈറ്റിൻ്റെ. ഇനി നമുക്ക് ഇതിൻ്റെ കോർണർ ഫേസുകൾ വൈറ്റ് ആക്കണം. അതാണ് നമ്മുടെ നെക്സ്റ്റ് എയിം. അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു വൈറ്റ് കിടപ്പുണ്ട്, അത് നിങ്ങൾ നോക്കണ്ട, അത് നോക്കുക, ജസ്റ്റ് ഒന്ന് നോക്കുക, മാച്ച് ആണോ നോക്കുക, കോർണറിലേക്കുള്ള ആൾ തന്നെയാണോ നോക്കുക. ഇവിടെ നോക്കി, ഇവിടെ റെഡ് ആണ്, ഇവിടെ ഗ്രീൻ ആണ്, അപ്പോൾ ഇത് ഈ കോർണറിലേക്കുള്ള ആളല്ല. അപ്പോൾ നമുക്ക് ഈ പ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കണ്ടോ, ഇത് കറക്റ്റാക്കി വെക്കണം. ഇവിടെ ഓറഞ്ചാണ്, ഇവിടെ ഗ്രീനാണ്, റെഡാണ്, ബ്ലൂ ആണ്. നമ്മൾ ഈ കോർണറിൽ കിട്ടിയതിനെ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ സംഭവം ഇവിടുന്ന് നഷ്ടപ്പെടും. അപ്പോൾ കോർണർ ഇപ്പോൾ നോക്കണ്ട, ജസ്റ്റ് പ്ലസ് കിട്ടിയോന്ന് മാത്രം നോക്കുക, ഇത് കറക്റ്റ് അല്ലേന്ന് ചെക്ക് ചെയ്യുക എല്ലാ സൈഡും. അതിനുശേഷം ഇത് തിരിച്ച് പിടിക്കാം. തിരിച്ച് പിടിച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ ലോവർ സൈഡിലേക്ക് പോയി, ഫസ്റ്റ് ഫേസിലോട്ട് പോയി, ലെയറിലോട്ട് പോയി. ഇത് സെക്കൻഡ് ലെയർ, ഇത് തേർഡ് ലെയറാണ് ഇപ്പോൾ നമ്മുടെ യെല്ലോ ഡോട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ കോർണറുകളിലേക്ക് വൈറ്റ് എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഫേസ്, മീൻസ് ഈ ഒരു തേർഡ് ലെയറിലുള്ള ഈ ഒരു ഫേസ്, മുകളിലല്ല പറയുന്നത്, ഈ ഒരു ഫേസിൽ വൈറ്റ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഓൾറെഡി 2 വൈറ്റ് കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഓൾറെഡി കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസിയായി. അപ്പം ഇതിൻ്റെ തൊട്ട് ലെഫ്റ്റിലുള്ള കളർ നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം എടുത്തത്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റിൽ ഏത് കളർ, റെഡാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ റെഡിലേക്ക് മാച്ച് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എല്ലാം പിടിച്ച് തിരിക്കരുത്, പകരം ആ ലെയർ മാത്രം ഒന്ന് ജസ്റ്റ് തിരിച്ച് നോക്കുക, റെഡ് എത്തുമ്പോൾ നിർത്തുക. കണ്ടോ, ഇപ്പോൾ റെഡ് മാച്ചായി കിട്ടിക്കഴിഞ്ഞാൽ ഈ വൈറ്റ് നമ്മുടെ നേരെ പിടിക്കുക. ഈ വൈറ്റ് നോക്കണ്ട കേട്ടോ, ഈ ലെഫ്റ്റിലത്തെ ഈ ഒരു വൈറ്റ് നമ്മുടെ നേരെ പിടിക്കും. ഇതിപ്പോൾ ലെഫ്റ്റിലാണ് കിടപ്പുള്ളത്. നമുക്ക് ഇതിനെ സൈഡത്തെ കളറുകൾ ഏതാണെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത്, റെഡും ഗ്രീനാണ്. ഈ താഴെ റെഡ് ഗ്രീൻ വരുന്ന കോർണർ ഏതാണെന്ന് നോക്കാം. താഴെ നമുക്ക് റെഡും ഗ്രീനും വരുന്ന കോർണർ ഇതാണ്, കണ്ടോ. ഈ ഒരു ലെഫ്റ്റിത്തെ ഇതിനെ നമുക്ക് ഈ ഒരു കോർണറിലേക്ക് എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഫോർമുല ഉണ്ട്, അത് യൂസ് ചെയ്യാം. ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഇത് ഒരു ആക്ഷൻ ത്രൂ നമുക്കതും ചെയ്യാം. ലെഫ്റ്റിലാണെങ്കിൽ റൈറ്റിലോട്ട് തിരിക്കുക, മുകളിലത്തെ ലെയറിന് റൈറ്റിലേക്ക് തിരിക്കുക. ഇനി നമുക്ക് ഇതിനെ എവിടേക്ക് എത്തിക്കണം, ഇവിടെയാണ് നമ്മൾ എത്തേണ്ട സ്ഥലം. അത് നമ്മൾ പൊസിഷൻ മാറ്റിയിട്ടില്ല, ഗ്രീനാണ് ഫ്രണ്ടിൽ, അത് മാറ്റിയിട്ടില്ല കേട്ടോ, ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒന്ന് തിരിച്ച് കൊണ്ടിരിക്കരുത്. നമ്മൾ വൈറ്റിനെ ഫ്രണ്ടിലോട്ട് പിടിച്ചാൽ പിന്നെ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഫേസ്. അപ്പോൾ ഇതിനെ റൈറ്റിലോട്ട് നീക്കി ഇനി ഇതിനെ നമുക്ക് ഈ ഒരു കോർണറിലേക്ക് എത്തിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ കോർണറിൽ ജസ്റ്റ് ഒന്നിങ്ങനെ പൊന്തിച്ച് നോക്കാം. അപ്പോൾ ഓൾറെഡി ഒരു വൈറ്റ് വന്ന് കിടപ്പുണ്ട്, പക്ഷേ അത് നമുക്ക് ആ കോർണറിലേക്ക് അല്ല ആവശ്യം, അത് വേറെ കോർണറിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ ഇതിനെ മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു സാധനത്തിന് അവിടെ കൊണ്ടുവയ്ക്കണം, കണ്ടോ. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കറക്റ്റായി കിട്ടി. ഇനി ഇതിനെ തിരിച്ച് നമ്മുടെ താഴത്തുനിന്ന് അത് പോയി, ഓൾറെഡി അത് പോകാൻ പാടില്ല. അപ്പോൾ നമ്മളത് തിരിച്ച് നമ്മളത് താഴത്തോട്ട് തന്നെ കൊണ്ടാക്കുക, കണ്ടോ, കിട്ടിയില്ലേ. അപ്പോൾ നമുക്കിത് 2 കിട്ടി. ഇത് പ്ലസ് ഓൾറെഡി ചെയ്തതാണ്, പിന്നെ അതിൻ്റെ ഒരു കോർണർ സെറ്റായി. ഇനി അടുത്ത വൈറ്റ് എവിടെ, ഇത് ഈ ഒരു ലൈനിലുള്ള ഉണ്ടോ നോക്കുക. ഓൾറെഡി ഇവിടെ ഒരെണ്ണം വന്ന് കിടപ്പുണ്ട്. ഇത് നോക്കിയേ, ഇത് നമ്മൾ ജസ്റ്റ് വെഹിക്കിൾസിൻ്റെ ഒക്കെ ഹെഡ്ലൈറ്റ് ഇല്ലേ, അതുപോലെയാണ് 2 ഹെഡ്ലൈറ്റ്. ഇത് റൈറ്റ് ഹെഡ്ലൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ റൈറ്റിലാണ് കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പർ പാർട്ടിനെ നമ്മൾ ഒന്ന് ലെഫ്റ്റിലോട്ട് അങ്ങോട്ട് തിരിച്ചു. ഇനി ഇത് എത്തേണ്ട സ്ഥലം നമുക്ക് ഇവിടെയാണ്, കണ്ടോ, ഗ്രീനും ഓറഞ്ചും കിടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതിലേക്കാണ് എത്തേണ്ടത്. അപ്പോൾ ഇതിനെ നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിച്ചു. അത് കഴിഞ്ഞാൽ ഇതിനെ എത്തേണ്ട കോർണറിനെ മുകളിലേക്ക് എത്തിക്കുക. എന്നിട്ട് ഈ സാധനത്തിന് ഇവിടെ നിന്ന് കളയണം, ഇതിവിടെ കളഞ്ഞിട്ട് ഇതിന് ഇവിടെ വരണം. അതിനെന്ത് ചെയ്യണം, ഇതൊന്ന് തിരിച്ചാൽ പോരെ. തിരിച്ച് കഴിഞ്ഞാൽ അതവിടെ എത്തും. എന്നിട്ട് നേരെ നമ്മൾ താഴ്ത്തിക്ക് തന്നെ വെക്കുക. അതെന്തിനാ, നമ്മുടെ വൈറ്റിൻ്റെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട്, അത് മിസ്സാവാൻ പാടില്ല ആ പ്ലസ്. അപ്പോൾ നമുക്ക് ഈ കോർണർ സെറ്റായി. ഇനി എവിടെയാണ് നമുക്ക് വൈറ്റ് ഉള്ളതെന്ന് നോക്കാം. ഇവിടെ ഒരെണ്ണം വന്ന് കിടപ്പുണ്ട്. ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ മുകളിലൊക്കെ വരാം, ചിലപ്പം താഴെ ഇവിടെ വരാം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എങ്ങനെ മുകളിലേക്ക് എത്തിക്കണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അതിന് മുൻപ് ജസ്റ്റ് ഇത് നോക്കാം. ഇവിടെ ഒരെണ്ണം വൈറ്റ് കിടപ്പുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് റെഡാണ്. അപ്പോൾ റെഡിൻ്റെ അടുത്തോട്ട് എത്തിച്ചു. ഇനി ഇതിനെ ഫ്രണ്ടിലേക്ക് പിടിച്ചു. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഹെഡ്ലൈറ്റ് റൈറ്റാണെങ്കിൽ എന്ത് ചെയ്യണം, റൈറ്റ് നമുക്ക് എത്തേണ്ട പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതിനെ ലെഫ്റ്റിലോട്ട് തിരിക്കുക. എത്തേണ്ട പൊസിഷൻ ഇപ്പോൾ ഏതാ എത്തേണ്ടത്, ബ്ലൂവും റെഡാണ് കേട്ടോ. ഓക്കെ, ഇത് ഇവിടെയാണ് എത്തേണ്ടത്. അപ്പോൾ എത്തേണ്ട പൊസിഷൻ മുകളിലേക്ക് ആക്കുക, ഇതിനെ തിരിച്ചാക്കുക, ഇതിനെ താഴോട്ടാക്കുക. അപ്പോൾ നോക്കി കറക്റ്റായില്ലേ. ഇനിയിപ്പോൾ നോക്കിയാൽ നമ്മുടെ താഴെ ഇനി ഒരു വെയിറ്റും കൂടി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളൂ, അത് കിടക്കുന്നത് താഴെയാണ്. അപ്പോൾ നമുക്ക് അതിനെ ഈ ടോപ്പ് ലെയറിലേക്ക് എത്തിക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യാം, നമുക്ക് എന്തായാലും ഇവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനെ ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കാനും പാടില്ല, അപ്പോൾ ഈ പൊസിഷൻ പോവും. ആകെ കൂടെ ചെയ്യാൻ പറ്റുന്നൊരു മൂവ്മെൻറ്റ് ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ആക്കാം, അല്ലെങ്കിൽ തിരിച്ച് ബാക്കിലോട്ടാക്കാം. ഈ 2 കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെങ്ങനെ എത്ര റൗണ്ട് വേണമെങ്കിലും നമുക്ക് തിരിക്കാം, ഇനി ഫ്രണ്ടിലേക്ക് തിരിക്കണേ എത്ര വേണമെങ്കിലും തിരിക്കാം. ഇപ്പോൾ നോക്കിയാൽ ഞാൻ ഇതിനെ എടുത്തിട്ട് ഒരു തവണ ഫ്രണ്ടിൽ ഇങ്ങനെ തിരിച്ചു, അതായത് ലെഫ്റ്റ് L ഡാഷ് ചെയ്തപ്പം ഇത് നമ്മളുടെ മുകളിലെത്തി. തിരിച്ച് മറ്റേ എവിടേക്കെങ്കിലും എത്തണ്ടോ നോക്കാം. നമുക്ക് ഇനി തിരിച്ച് നോക്കിയൊക്കെ ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വയ്ക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ബ്ലൂ ആണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട് ഫേസ് പിടിച്ചിരുന്നത്.
അപ്പം അപ്പോഴും ഇത് അടിയിലെത്തിയിട്ടുള്ളൂ, നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടില്ല. അപ്പോൾ ഒരു വട്ടം കൂടെ തിരിച്ചു കഴിഞ്ഞാലും ഇത് ഇവിടെ എത്തി, പക്ഷേ ഇത് രണ്ടും ഇവിടെ എത്തി. അപ്പോൾ അങ്ങനെ തിരിക്കേണ്ട ആവശ്യമില്ല, ഇത് തിരിച്ച് പഴയ പോലെ തന്നെ ഇടുക. ഇനി ഇതിനെ ജസ്റ്റ് നമ്മൾ മുകളിലേക്ക് എത്തുന്ന ഏതെങ്കിലും ഫസ്റ്റ് റൊട്ടേഷനിൽ തന്നെ മുകളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നോക്കാം. കേട്ടോ, ഇത് ഇങ്ങനെ ആക്കിയാൽ അത് മുകളിലേക്ക് എത്തി അല്ലേ. പക്ഷേ നമ്മൾ തിരിച്ചാക്കി കഴിഞ്ഞാൽ അത് മുകളിലേക്ക് എത്തുന്നുണ്ടോ ഇല്ല, അത് ഇവിടെ എത്തിയുള്ളൂ. ഇവിടെ കിടന്നിരുന്നത് ഇപ്പുറത്തേക്ക് എത്തിയിട്ടുള്ളൂ. അപ്പോൾ അതല്ല, അത് റോങ് മൂവ്മെൻ്റ് ആണ്. നമുക്ക് ചെയ്യേണ്ടത് ഇത് ടോപ്പിലേക്ക് റൊട്ടേഷനിൽ തന്നെ എത്തിക്കണം, മുകളിലേക്ക് എത്തിച്ചു. ഇതിൻ്റെ സൈഡ് നോക്കണ്ട കേട്ടോ, ഇതിപ്പോൾ ഓൾറെഡി മുകളിലാണ് വന്ന് കിടക്കുന്നത്. അത് നമുക്ക് ഇവിടെ എത്തിക്കണം. അത് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ കാണിച്ചു തരാം. അപ്പം നോക്കി, ഇപ്പം നമ്മുടെ 2 വൈറ്റ് ഇവിടേക്ക് എത്തി. അത് തിരിച്ച് നമ്മുടെ പൊസിഷനിൽ എത്തണം. എത്തിക്കണമെങ്കിൽ തിരിച്ച് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത് പഴയ പോലെ വരും. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിന് പകരം നമുക്ക് ഈ വൈറ്റിനെ സേഫ് ആക്കിയിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാം. ഒന്നല്ലെങ്കിൽ ഇങ്ങനെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയോ എങ്ങനെ വേണമെങ്കിലും വെക്കാം. അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഞാൻ ഇങ്ങനെ വെച്ചു, ഇവിടെ കൊണ്ടുവച്ചു, ഈ കോർണറിലാണ് കൊണ്ടുവച്ചു. ഇനി നമ്മുടെ ഈ 2 വൈറ്റ് നമ്മൾ സേഫ് ആയിട്ട് തന്നെ അടിയിൽ കൊണ്ടുവയ്ക്കുക. ഇപ്പോൾ അതിനെ തൊടണ്ട, അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ആവശ്യമുള്ള ഈ വൈറ്റ് എന്ന് പറഞ്ഞാൽ മുകളിലെത്തി. ഇങ്ങനത്തെ സിനാരിയോ നിങ്ങൾക്ക് വരാം. അപ്പോൾ നമ്മൾ അതിനെ താഴേക്ക് എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ഇവിടെയാണ് കിടക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് നോക്കുക. അപ്പോൾ നോക്കി, ഇനി നമുക്ക് ആ കൂടെ ബ്ലാങ്ക് ആയിട്ടുള്ള കോർണർ ഏതാണെന്ന് നോക്കാം. ഇനിയിപ്പോൾ ഇതാണ് ബ്ലാങ്ക് ആയിട്ടുള്ള കോർണർ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇതിനൊന്ന് ജസ്റ്റ് തിരിച്ചിടുക. കണ്ടോ, ഓൾറെഡി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള കോർണറൊക്കെ ഇവിടേക്ക് നമ്മൾ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിനെ വേറെ എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ പിന്നെ ഇതൊക്കെ ഡിസോർഡർ ആയിപ്പോവും. അപ്പോൾ നമുക്ക് എളുപ്പം ഇതാണല്ലോ ബ്ലാങ്ക്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് അതിനെ കൊണ്ടുവച്ചു. ഇതിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പൊസിഷൻ മാറ്റിയിടണം. ഇതിന് ഇങ്ങോട്ട് തിരിച്ച് വരണം, ഈ ഫേസിലേക്ക് വരണം. അതിന് വേണ്ടിയിട്ട് ഇതിനെ ആ ഫേസിലേക്ക് വരുന്ന സൈഡിലേക്ക് ഇതിനെ തിരിച്ചിടുക. കണ്ടോ, എൻ്റെ ഈ ഫിംഗർ നോക്കാട്ടോ, എൻ്റെ ഇൻഡെക്സ് ഫിംഗർ ഈ വൈറ്റുമ്പോൾ ഞാൻ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഈ ഒരു ലൈനിലേക്ക് ഞാൻ എവിടേക്കാണ് കൊണ്ടുവരാൻ. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആ ഈ ലൈനിൽ എത്തില്ല. അപ്പോൾ അത് അവിടെ പറ്റില്ല. അപ്പോൾ ഞാനിത് ഇങ്ങനെ ആക്കി നോക്കി, ഇങ്ങനെ ആക്കി നോക്കിയേ ഈ ലൈനിൽ എത്തിയില്ലേ. ഞാൻ കാണിച്ചു തരാം. ഈ ലൈനിലിട്ടാ ഇവിടെ എത്തിയോ നോക്കുക. കണ്ടോ, ഈ ലൈനിലെത്തി. അപ്പോൾ അത് നമ്മളുടെ ഒരു കോമൺ സെൻസൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ആ സൈഡിലേക്ക് ജസ്റ്റ് എത്തിക്കാം. എത്തിച്ച് കഴിഞ്ഞാൽ എന്തായി, ഇവിടെ 2 വൈറ്റ് ഇവിടുന്ന് മിസ്സിങ് ആയി. അത് നമുക്ക് അവിടെ തിരിച്ചെത്തിക്കണം. അപ്പോൾ തിരിച്ചിങ്ങോട്ടന്നെ ആക്കി കഴിഞ്ഞാൽ അത് അവിടെ തന്നെ എത്തും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റിയിടണം. ഞാൻ പൊസിഷൻ വേറെ എവിടെയെങ്കിലും കൊണ്ടിടുകയാണ്. കണ്ടോ, ഈ ലൈനിൽ നിന്ന് ഇപ്പോൾ ഈ ബ്ലൂ കിടന്നിരുന്നത് നമ്മുടെ ഈ വൈറ്റുള്ള ഈ ലൈനിലാണ്. അതിൽ നിന്ന് അതിനെ ഞാനൊന്ന് മാറ്റിയിട്ടു. കാരണം അത് ഇനി തിരിക്കാൻ പോവാണ്. തിരിക്കുമ്പോൾ അത് തിരിച്ച് ആ പഴയിലേക്ക് എത്തരുത്. അപ്പോൾ ഞാൻ എന്നിട്ട് ഈ വൈറ്റ് 2 പിടിച്ച് അടിയിക്കാൻ ഇട്ടു. അപ്പോൾ നമ്മൾ കൊണ്ടുവച്ച വൈറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ, അത് അവിടെ സേഫാണ്. അടി നോക്കിയേ, കറക്റ്റാണ്, ഇവിടെ 2 എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കൊണ്ടുവച്ച വൈറ്റ് ഇതന്നെ കണ്ടോ, ഇവിടെ ഇരിക്കുന്നുണ്ട് സേഫായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് കളർ നോക്കുക. ഇവിടെ റെഡാണ്, അപ്പോൾ അത് ഓറഞ്ചിൻ്റെ അടുത്തേക്ക് തന്നെ എത്തിക്കണം തിരിച്ചിട്ട്. കണ്ടോ, ഓറഞ്ചിൻ്റെ. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, മുകളിൽ യെല്ലോയും അടിയിൽ വൈറ്റ് അല്ലേ എന്ന് കൺഫേം ആണ്. ഇനി ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ വൈറ്റിനെ നമ്മുടെ നേരെ പിടിക്കുക. ഇപ്പോൾ ഇത് ലെഫ്റ്റാണ് ഹെഡ്ലൈറ്റ്, അപ്പോൾ അതിന് റൈറ്റിലോട്ട് തിരിക്കുക. ഇനി ഇതിനെ എത്തിക്കേണ്ടത് ഇത് ഇവിടേക്കാണ്. അപ്പോൾ ആ സൈഡിനെ പിടിച്ചിട്ട് മുകളിലേക്ക് പൊന്തിച്ചിടുക. എന്നിട്ട് ഇതിനെ മാറ്റി കളയണം. മാറ്റിയിട്ട് ഇത് വരണം. കണ്ടോ, ഇങ്ങനെ ഇടുക. എന്നിട്ട് ഇപ്പോൾ 3 സെറ്റായി താഴോട്ട് കൊണ്ടുവയ്ക്കുക. കണ്ടോ, ഇനി ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് നോക്കിയേ. കണ്ടോ, എല്ലാം വൈറ്റായി. ഇപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മുടെ കംപ്ലീറ്റഡ് ആയി. കണ്ടോ, ഇതുവരെ ഒന്ന് ജസ്റ്റ് ചെയ്ത് പഠിക്കാം.